ഇനി ഈ മാച്ച് ഡേയിലെ മറ്റ് മത്സരങ്ങൾ കൂടി എന്താണെന്ന് നോക്കാം. രാത്രി 12:30 മത്സരമുണ്ട്. ബെൽജിയം വേഴ്സസ് ഇറാൻ. സൂപ്പർ പോരായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആദ്യ ജയമാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ. കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. ഇനി ന്യൂസിലൻഡിനോട് 2 തവണ പിന്നിൽ നിന്ന ശേഷം പൊരുതി കയറിയാണ് ഇറാൻ എന്ന് സമനില പിടിച്ചത്. ഇനി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 യുറഗ്വായ് കേപ്പ് വെർദെ മത്സരമുണ്ട്. ആദ്യ കളിയിൽ സൗദി അറേബ്യക്കെതിരെ സമനിലയിൽ കുരുങ്ങിയ യുറഗ്വായുടെ ലക്ഷ്യം ആദ്യ ജയമാണ്. എന്നാൽ സ്പെയിനിനെ സമനിലയിൽ കുരുക്കിയ ആത്മവിശ്വാസത്തിലാണ് കേപ്പ് വെർദെ കളത്തിറങ്ങാൻ പോകുന്നത്. പക്ഷേ എന്തായാലും ജയിച്ചു കയറണമെന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും കേപ്പ് വെർദെക്കുണ്ട്. അതുകൊണ്ട് തന്നെ യുറഗ്വയ്ക്ക് മേൽ ഒരു ആധിപത്യം ഏത് രീതിയിൽ കളിക്കാൻ കഴിയും, കാഴ്ചവെക്കാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി രാവിലെ 6:30 മത്സരമുണ്ട്. അത് ന്യൂസിലാൻഡ് വേഴ്സസ് ഈജിപ്താണ്. ജയമുറപ്പിച്ച മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ക്ഷീണം മാറ്റാനാണ് ന്യൂസിലാൻഡ് ഇറങ്ങുന്നത്. അതുകൊണ്ട് മരിച്ചു കളിക്കും ആ ടീം എന്ന കാര്യം ഉറപ്പാണ്. ബെൽജിയത്തെ സമനിലയിൽ തളച്ച ആത്മവിശ്വാസത്തിലാണ് ഈജിപ്ത് സംഘവും ഇറങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.